പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സേവ്യർ, അതുപോലെ തന്നെ അസോസിയേറ്റ് ശുശ്രൂഷകന്മാരായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, സഭയിലെ എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് ഈ സഭയിൽ കടന്നു വന്ന് ഇവര് സാക്ഷിയായി തീരുവാനും ദൈവജനം ശുശ്രൂഷിപ്പാനും ഒക്കെ ആഗ്രഹിച്ചു വന്നു. എന്നാല് സാഹചര്യം നമുക്ക് അനുകൂലം അല്ലായിരുന്നു ഇന്ന്. എന്നാലും നിങ്ങളോടൊപ്പം ഈ സൂമിലായിരിക്കാൻ കർത്താവ് എനിക്കൊരു സാവകാശം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദിവസനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനും കുടുംബവും അവരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്. അവരോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിലായിരിക്കുന്ന, ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഭവനത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്റെ ഫാദർ, അപ്പച്ചനും ഒക്കെ ആയിട്ട് വളരെ ആത്മീയ ബന്ധം ഞങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റിലായിരിക്കാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. റാന്നി വെസ്റ്റ് സെന്ററിന്റെ ശുശ്രൂഷകൻ ഇപ്പോൾ ആയിരിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദിവസനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. 3 കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിനകത്ത് തന്നതായ ചില സന്ദേശങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ പുതിയൊരു വർഷം ഒരു പടിയും കൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിക്കുവാൻ, പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥനയിൽ നടക്കുക, പ്രാർത്ഥനയിൽ ചലിക്കുക, പ്രാർത്ഥന എൻ്റെ ജീവനാകുന്നു, പ്രാർത്ഥന എൻ്റെ പ്രാണവായുവാകുന്നു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും, പ്രാർത്ഥിക്കാത്തവൻ പാപം ചെയ്യും. വീണ്ടും ആ പുസ്തകത്തിനകത്ത് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിങ്ങനെയാണ്: 15 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവൻ യേശുവിനെ പോലെയാകുന്നു. 15 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവൻ യേശുവിനെ പോലെയാകുന്നു. 15 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ പറ്റുമോ എന്ന് ഉള്ളതൊന്നും എനിക്കറിയുകയില്ല. പക്ഷേ സ്തോത്ര അതിനകത്ത് എഴുതിയിരിക്കുന്ന 15 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവന് യേശുവിനെ പോലെയാകുന്നു. 5 മണിക്കൂർ, എന്നിട്ട് വീണ്ടും പറയുന്നത് 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവന് യേശുവിന്റെ പകുതി സ്വഭാവം വരുന്നു. 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്തവൻ തനി പിശാചായി മാറുന്നു എന്നാണ് ആ പുസ്തകത്തിൽ ഞാൻ വായിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ശരിയായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവമായ ഒരു കാര്യമാണ്. ശരിക്കും പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി തനി പിശാചായി മാറാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥിക്കാത്തവരാ. സഭയിലാണെങ്കിൽ നമ്മുടെ ആത്മീയ, അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ഗോളത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാത്തവർ, കമ്മിറ്റിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ധാരാളം പേരുകൾ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രശ്നക്കാരല്ല. ദൈവസഭയിലും പ്രശ്നക്കാരല്ല, സമൂഹത്തിലും അവർ പ്രശ്നക്കാരല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന സന്ദേശങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് 3 നിലയിൽ മറുപടികളെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. 3 നിലയിലുള്ള മറുപടികളെ കുറിച്ച്. ഒന്നാമത്തെ പോയിന്റ്, പെട്ടെന്ന് നമുക്ക് മറുപടി ലഭിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മറുപടി ഇല്ല എന്നുള്ളതും വേദപുസ്തകത്തിനകത്ത് അതിനും തെളിവുകൾ, വാക്യ തെളിവുകളുണ്ട്. നമുക്ക് ചുരുക്കം ചില നിമിഷങ്ങൾ കൊണ്ട് ഓരോന്നായിട്ട് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, പെട്ടെന്ന് എന്നുള്ളതിന്റെ ഗ്രീക്ക് നിഘണ്ടുവിലേക്ക് കടന്നു വരുമ്പോൾ അടിയന്തര ഘട്ടം എന്നാണ് ആ
പറയും അടിയന്തര ഘട്ടം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ് ഈ അടിയന്തര ഘട്ടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് വായിച്ച കുറിവാക്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു, അടിയന്തര ഘട്ടങ്ങളിൽ ഒരു സ്ത്രീ യേശുവിന്റെ അരികിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ നന്നായിട്ട് അറിയാം, എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയം ദൈവത്തിന്റെ ആത്മാവ് എന്റെ അന്തരാത്മാവ് തന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കതിനെ മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. നമുക്കറിയാം ഈ സോർ സീദോൻ എന്ന പ്രദേശം നമുക്ക് ചരിത്രത്തിൽ, നമുക്ക് ബൈബിൾ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ, അതായത് ഒരു ജാതീയ പ്രദേശമായിരുന്നു ഈ സോർ സീദോൻ എന്ന് പറഞ്ഞ സ്ഥലം. അത് മാത്രമല്ല ഈ യഹൂദന്മാർക്കും ഈ സ്ഥലത്തുള്ള ജനങ്ങൾക്കും, അല്ലെങ്കിൽ ഈ സോർ സീദോനുള്ള ഈ ആൾക്കാർക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയാൻ കാരണം ഇതൊരു ജാതീയ പ്രദേശമായിരുന്നത് കൊണ്ട് യഹൂദന്മാർ ഇവിടെ വരികയില്ലായിരുന്നു. യഹൂദന്മാർക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ സോർ സീദോൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇതിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ബാല് ആയിരുന്നു. ബാലിന്റെ ഒരു ആരാധന വളരെ ശക്തമായി കുടുംബിരി കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സോർ സീദോൻ എന്ന് പറഞ്ഞ സ്ഥലം. അത് യഹൂദന്മാർ ഈ സ്ഥലത്ത് പോകാറുമില്ല. അങ്ങനെ യഹൂദന്മാർ ഈ സ്ഥലത്ത് പോകാതെ വന്ന ആ സന്ദർഭത്തില് യഹൂദന്മാരുടെ ആ നിലവാരങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തത്? ഈ സോർ സീദോൻ എന്ന പ്രദേശത്തിലേക്ക് കർത്താവ് വന്നു. അവിടെ ഒരു ഭവനത്തിൽ കർത്താവ് വിശ്രമിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇവിടെ യേശുവിന്റെ അരികിലേക്ക് ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അരികിലേക്ക് വരുന്നു. അവളുടെ വിഷയം, എന്റെ സബ്ജക്റ്റ് ഇതാണ്: അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? വിടുതൽ കിട്ടണം. ആ വാക്കിന്റെ അർത്ഥം എന്നതാണ് അടിയന്തര ഘട്ടം, പെട്ടെന്ന് എന്നുള്ള പദമാണ്. അപ്പൊ യേശുവിന്റെ അരികിലേക്ക് കനാന്യ സ്ത്രീ കടന്നു വന്നിട്ട് പറയുന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. അപ്പൊ ഒന്നാമതായിട്ട് യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ആർക്കുണ്ടായിരുന്നു? ഈ സ്ത്രീക്കുണ്ടായിരുന്നു. യേശുവിനെ കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് ഈ സ്ത്രീക്കുണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് ഒട്ടുമിക്ക നമ്മൾ ആത്മീയ കോളം നമ്മൾ പഠിച്ചു വരുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള ഒരു ആഴമേറിയ ഒരു കാഴ്ചപ്പാട് പലർക്കുമില്ല. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന സന്ദേശങ്ങളാണ് പറയുന്നത്. നമുക്ക് മറ്റുള്ള ഒന്നിനെ കുറിച്ചും ഒരു കാഴ്ചപ്പാടില്ലെങ്കിലും, കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ആത്മീയ കോളത്തില് വിശ്വാസത്തില് ഞാൻ 1989 വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ അന്ന് ദൈവസന്നിധിയിലുള്ള ആ ഒരു ആത്മീയ ചൈതന്യവും ആ ഒരു വിശ്വാസവും ആ ഒരു തീഷ്ണതയും ഒക്കെ ഇന്ന് നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി മാറി? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ധനസ്ഥിതിയൊക്കെ മാറിയപ്പോൾ നമ്മുടെ മനസ്ഥിതി മാറി എന്ന് പറഞ്ഞതുപോലെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ആദ്യത്തെ അനുഭവങ്ങളും ആദ്യത്തെ ആ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ആ ഒരു വെളിപ്പാടുകളും നമുക്ക് മങ്ങിപ്പോയ ഒരു കാലഘട്ടമാണ് നമ്മുടെ ആത്മീയ കോലത്തിൽ. വലിയ ഒരു മൂല്യച്യുതി, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ആത്മീയ കോലം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. ഇതറിഞ്ഞു വേണം നമ്മുടെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുവിനെ എനിക്ക് അറിയണം, ഇതറിഞ്ഞാൽ പോരാ. നിങ്ങൾ വായിച്ചുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിത് അറിഞ്ഞാൽ പോരാ. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം, അവനിലിരിക്കണം. ക്രിസ്തുവിനെ എനിക്ക് അനുഭവിക്കണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് എന്ത് ചെയ്യണം? അപ്പൊ പൗലോസ് പറയുന്നത് ഇത് പോരാ എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്കറിയാം, യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കഷ്ടം സഹിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനും ബെന്യാമിൻ ഗോത്രക്കാരനും ന്യായപ്രമാണം സംബന്ധിച്ച പരീശനും ഗമാലിയന്റെ പാദപീഠത്തിൽ പഠിച്ചവനും വിദ്യാഭ്യാസപരമായ ഡബിൾ എംഎയും സ്വത്തുപരമായിട്ട് 200 കോടി രൂപയിലധികം സ്വത്തുണ്ടായിരുന്നു. ഇത്രമാത്രം ട്രഡീഷണൽ പാരമ്പര്യമുള്ള പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുന്നത് എനിക്കിത് അറിഞ്ഞാൽ പോരാ. യേശുവിനെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് പൗലോസിന് ഉണ്ടായിരുന്നതായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും യേശുവിനെ കുറിച്ച് നമുക്ക് മറ്റുള്ള പലതിനെ കുറിച്ചും കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ ആത്മീയകോളത്തിൽ നിന്ന് വന്നിരിക്കുന്നത്, ഇപ്പം ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗവേദിയിലൊക്കെ പറയാറുണ്ട്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട്, ഇന്നത്തെ നമ്മുടെ ആധുനിക തലമുറകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റെല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് അവർക്കുണ്ട്. അവർക്ക് സിനിമാ താരങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നല്ലൊരു അറിവ് അവർക്കുണ്ട്. ക്രിക്കറ്റ് താരങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അതിന് നന്നായിട്ട് അവർക്ക് അറിവുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ, പക്ഷേ യേശുവിനെ കുറിച്ച് ഉള്ള അറിവ് പലപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക?
കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും ദൈവവചനം സംസാരിക്കുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണം എന്നില്ല. നമുക്ക് തിയോളജിപരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. ഇപ്പൊ ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അവനും യേശു ദൈവമാണെന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാത്രമല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് യേശുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഒരു ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം എന്ത് ചെയ്യുന്നത്. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതും യേശുവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് യേശുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഒരു ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നു എന്നുള്ള കാര്യം ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പം യേശുവിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാട് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയുമ്പോൾ ഈ ഉച്ചകഴിഞ്ഞ വേളയിൽ നിങ്ങളോട് പറയും, യേശുവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട്. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം എന്ത് ചെയ്യണം? അവന്റെ സന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുക. അതാണ് യേശുവും നമ്മളുമായിട്ടുള്ള വലിയ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം. നമ്മൾ ഒന്നിനും നമ്മൾ മറ്റുള്ളതിലെല്ലാം ഈ ലോകത്തിന് നമ്മൾ പ്രാധാന്യം ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനല്ല നമ്മൾ കൊടുക്കേണ്ടത്. സ്തോത്രം. പണ്ട് ഞങ്ങള് ശുശ്രൂഷകന്മാരുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു പാസ്റ്റർ ഒരു ചോദ്യം ഉയർന്ന ആ സമ്മേളനത്തിൽ ചോദ്യം ഇങ്ങനെ ഉയർന്നു: സിനിമ കാണുന്നത് ശരിയാണോ തെറ്റാണോ? സിനിമ കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യം വന്നു. അപ്പൊ ഒരു പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ദൈവം എല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്കും കാണാം. സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാം കാണുന്നുണ്ട്, നമുക്കും കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് സ്തോത്രം പറഞ്ഞു വന്നതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും സിനിമാ താരങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും ഞാൻ ഗുണ്ടയായിരുന്നു, വിശ്വാസത്തിൽ വന്നപ്പോൾ ആത്മീയ ഗുണ്ടയായി മാറിയെന്ന്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും ഞാൻ സിനിമ കാണുമായിരുന്നു, വിശ്വാസത്തിൽ വന്നപ്പോൾ തിയേറ്ററിൽ പോയി കാണുകയില്ല, വീട്ടിലിരുന്ന് ഞാൻ കാണും. സോമിൽ അറ്റൻഡ് ചെയ്യുന്നവര് സിനിമ കാണുമോ സീരിയൽ കാണുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഇത് കാണുന്നു എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ നിത്യതയ്ക്ക് അത് തടസ്സമായിട്ട് വരും. ബൈബിൾ അങ്ങനെ പറയുന്നത്. അപ്പം എന്റെ സബ്ജക്റ്റ് അതല്ല, സിനിമ കാണരുതെന്നൊന്നും ബൈബിളിനകത്തില്ല. പക്ഷെ അതിന് ഉപോത്ബലകമായിട്ടുള്ള ദൈവവചനമുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പോ അശുദ്ധി ദുഷ്കാമം വെറിക്കൂത്ത് എന്നൊരു പദമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വെറിക്കൂത്ത്. ഈ വെറിക്കൂത്ത് എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ പറയുന്നത് സിനിമ, നൃത്തം, നാടകശാല എന്ന. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയല്ല. ഞാനിത് പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മറ്റുള്ള എല്ലാത്തിനെ കുറിച്ചും എന്തുകൊണ്ട്, അതായത് ഒരു അറിവ് നമുക്കുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് ബൈബിൾ പറയും. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എല്ലാ ദിവസവും യേശുവിനെ കുറിച്ചുള്ള ഒരു ആഴമേറിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഇവിടെ നമ്മൾ ആ വായിച്ച കുറിവാക്യത്തിലേക്ക്, ആ ദേശത്ത് നിന്നും ഒരു കനാന്യ സ്ത്രീ അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അപ്പം യേശുവിനെ കുറിച്ച് ഒരു ജാതീയ സ്ത്രീ ആണെങ്കിലും യേശുവിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരുന്നു. താഴോട്ട് വായിച്ചു വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ അവളോടൊരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അപ്പൊ അവൻ അവളോടൊരു വാക്ക് ഉത്തരം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, സ്തോത്രം ചെയ്യുന്നു, നമ്മളോടുള്ള ബന്ധത്തിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. വർഷങ്ങളായി ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്ന്, ദൈവകൃപയിൽ കടന്നു വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവം നമുക്ക് മറുപടി തന്നില്ലായിരുന്നെങ്കിലോ? ദാവീദിന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? വായിച്ചിട്ടുണ്ടാ വാക്യം? എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, പ്രാർത്ഥനകളും യാചനകളും കേട്ടില്ലായിരുന്നെങ്കിലോ? ദൈവം അഥവാ കേട്ടില്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ലായിരുന്നോ എന്നാ എന്റെ ചോദ്യം. സ്തോത്രം ചെയ്യുന്നു. അപ്പം അവനൊരു വാക്കും ഉത്തരം പറഞ്ഞില്ല. നമ്മളോട് ഇത്രയും വർഷങ്ങളായി ദൈവസന്നിധി വന്നിട്ട് ഒരു വാക്കും ഒരു മറുപടി നമുക്ക് ലഭിച്ചില്ലെങ്കിലോ? സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ആത്മീയകോളത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മറുപടി നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര ഇടങ്ങളിൽ നമ്മൾ പോയനെന്നറിയാമോ? വേറെ സഭകളൊക്കെ നമ്മൾ മാറി പോയെന്നെ. സ്തോത്രം. അപ്പൊ ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കർത്താവിന്റെ ആത്മാവ വചന ധ്യാനത്തിൽ എനിക്ക് മനസ്സിലാക്കിയത്, ചില വിഷയങ്ങളിൽ ദൈവം മൗനമായിട്ടിരിക്കും. എന്തുകൊണ്ടാ ദൈവമേ എന്റെ പ്രാർത്ഥനയ്ക്ക്? ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. ദൈവമേ നീ മിണ്ടാതിരിക്കുന്നത് എന്ത്, മൗനമായിരിക്കുന്നത് എന്ത്, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്, നീ എന്താണ് അകന്നിരിക്കുന്നത്, ദൂരത്ത് നിൽക്കുന്നത് എന്തെന്നൊക്കെയാണ് ദാവീദ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്?
ദൈവത്തോട് ചോദിച്ചത് അല്ലേ? അവിടെയൊക്കെ ദാവീദിന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ദാവീദിന്റെ ചില വിഷയങ്ങളിൽ ദൈവം എന്ത് ചെയ്തിട്ടില്ല? മൗനമായിട്ടിരുന്നിട്ടുണ്ട്. മറുപടി പലപ്പോഴും പല സന്ദർഭങ്ങളിലും പ്രാരംഭ ഘട്ടങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. നമുക്കറിയാം 24 വർഷം, നീണ്ട വർഷങ്ങൾ അതെ, ദാവീദ് കാടുകളിലും ഗുഹയിലും മരുഭൂമിയിലും ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെ ആയിരുന്നപ്പോഴും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു കാണും. പക്ഷെ അവിടെ ഒന്നും ദൈവം മറുപടി കൊടുത്തതായിട്ടൊന്നും, പെട്ടെന്ന് അവിടെ മറുപടി ലഭിച്ചതായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഞാനൊരു ദൃഷ്ടാന്തം പറയാം, ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ നമുക്കറിയാം ജോസഫ് പൊട്ടക്കിണറ്റിലായിരുന്ന ആ സന്ദർഭം അതൊന്നും വിശദീകരിക്കുന്നില്ല. അവിടെ പൊട്ടക്കിണറ്റിൽ വീണപ്പോഴും വലിയവായി നിലവിളിച്ചു കാണും. അവിടെ ദൈവ മറുപടി ദൈവം സംസാരിച്ചതായിട്ട് അവിടെ ഒറ്റ വാക്യത്തിൽ തെളിവില്ല. ഒറ്റ വാക്യങ്ങൾ പോലും ഞാൻ നോക്കിയപ്പോൾ കാണുന്നു ദൈവം അവിടെ ഇറങ്ങി വന്ന് സംസാരിച്ചായിട്ട് കാണുന്നില്ല. പൊത്തീഫറിന്റെ ഭവനത്തിലായിരുന്ന സന്ദർഭത്തിലും യോസഫ് വലിയവായി നിലവിളിച്ച് കാണാൻ സാധ്യതയുണ്ട്. അവിടെ എഴുതിയിട്ടില്ല, എന്റെ ഭാവനെ പറയുകയാണ്. പക്ഷെ അവിടെ ദൈവം സംസാരിച്ചതായിട്ട് കാണുന്നില്ല. കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവിടെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചതായിട്ട് തന്നോട് വ്യക്തിപരമായിട്ടൊന്നും ഈ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊന്നും സംസാരിച്ചായിട്ടൊന്നും അവിടെയും കാണുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കിയത് മൗനമായി ശാന്തമായിട്ട് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യോസഫിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ യോസഫ് കടന്നു പോയപ്പോഴും ശാന്തമായിട്ട് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രിയ ദൈവത്തിന്റെ പൈതലെ, വേദനയുടെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും, താങ്ങാൻ പറ്റാത്ത പ്രയാസത്തിൽ കൂടിയൊക്കെ നമുക്ക് കടന്നു പോകുമ്പോഴും സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ന്റെ പറയുന്ന പോലെ തന്നെ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്നും ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിനും ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ, അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ സകലവിധ കഷ്ടങ്ങളിൽ അകപ്പെടുന്നവരെങ്കിലും ഇടുങ്ങുന്നില്ല. കാരണം ഈ ശക്തി ഞങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവാരോടൊക്കെ വചനത്തിൽ കൂടി ഇടപെടുന്നത്. ശാന്തമായിട്ട് ദിവസങ്ങൾ നിങ്ങൾ പ്രയാസങ്ങളിലും താങ്ങാൻ പറ്റാത്ത വിഷയങ്ങളുടെ മധ്യത്തിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ആകുന്നെങ്കിലും ശാന്തമായിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഈ വചനത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. വിഷയങ്ങളുടെ നടുവിൽ ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നില്ല, ദൈവം മൗനമായിട്ടിരിക്കുന്നു, മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ പിന്നോട്ട് പോകരുത്. നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ദൈവം സംസാരിച്ചില്ലെങ്കിലും, ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവം എന്നെ നടത്താൻ വിശ്വസ്തനാണ്, അവൻ മരണപര്യന്തം എന്നെ നടത്താൻ വിശ്വസ്തനാണ്, അവന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്നുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്നുള്ള കാര്യം വചനത്തിൽ കൂടി ഞാൻ നിങ്ങൾ ഓർപ്പിക്കുക. ഞാൻ വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ താല്പര്യപ്പെട്ട്, അവൻ അവളോടൊരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ തിരിച്ചുള്ള മറുപടി 24-ാമത്തെ വാക്യത്തിൽ, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം. 25-ാമത്തെ വാക്യം, എന്നാൽ അവൾ വന്ന കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. 26-ാമത്തെ വാക്യം, അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആ വാക്യത്തിനകത്തൊരു ആത്മീയ മർമ്മമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചു എന്ന് എനിക്ക് അറിയുകയില്ല. യഹൂദന്മാർ ഈ സ്ഥലത്തുള്ള ജനങ്ങളെ, അതായത് സോർ സീദോൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുള്ള ജനങ്ങളെ യഹൂദന്മാർ വിളിച്ചിരുന്ന വാക്ക് എന്താണെന്നറിയാമോ? നായ്ക്കൾ എന്നാണ്. ഇതേ പദം തന്നെയാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തത്? അതേ വാക്കാണ് എടുത്ത് യൂസ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അവളെ വിളിച്ച വാക്ക് നായ എന്നാ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ അവളെ പരമാവധി യേശു കർത്താവ് എന്ത് ചെയ്തു? താഴ്ത്താവുന്നതിന്റെ പരമാവധി ആ വാക്ക് പറഞ്ഞ് എന്ത് ചെയ്തു? താഴ്ത്തി. സ്തോത്രം. ഇങ്ങനത്തുള്ള വാക്കുകൾ നമ്മളോടുള്ള ഇങ്ങനെ ഇന്ന് പറയുന്നതെങ്കിൽ, ഇങ്ങനത്തെ ഒരു വാക്കുമെല്ലാം വീണതെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. വിസ്താരമായിട്ടൊന്നും ഞാൻ പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ യേശു താഴ്ത്താവുന്നതിന്റെ പരമാവധി അവളെ താഴ്ത്തിയിട്ടും അവളെ തിരിച്ചു പ്രതികരിച്ചത് എന്താ? യേശുവിനോട് തിരിച്ചു പറഞ്ഞ എന്താ? 27-ാമത്തെ, അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളുടെ, സ്ത്രീയെ, നിന്റെ വിശ്വാസം
വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ഇതിൽ നിന്ന് എനിക്ക് തന്ന സന്ദേശം എന്താണെന്നറിയാമോ? സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഒത്തിരി മിറക്കിളുകൾ, ഒത്തിരി അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലേ? നിങ്ങൾക്കറിയാം, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച, ചെകിടന്മാർക്ക് കേൾവി, പിന്നെ മരിച്ചവരെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യേശു ഈ ലോകത്തിൽ ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോ ചെയ്തപ്പോ ആ അത്ഭുതങ്ങളൊക്കെ കണ്ട് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ അത്ഭുതങ്ങളൊക്കെ കണ്ട് കർത്താവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തിയിട്ടുണ്ടല്ലേ? അങ്ങനല്ലേ? കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ട് കർത്താവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കർത്താവ് വലിയ കാര്യമായിട്ട് എന്ത് ചെയ്തില്ല, കണ്ടില്ല. ഇനി നമ്മുടെ വിശ്വാസം കാണുമ്പോഴാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്? പുകഴ്ത്തുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായത് വിശ്വസിക്കുകയാണ്. ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ട്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തതുകൊണ്ട് മറ്റുള്ളവർ പലരും യേശുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് അത് എന്ത് ചെയ്തിട്ടില്ല? വലിയ കാര്യമൊന്നും ആക്കിയിട്ടില്ല. അവരുടെ പുകഴ്ചയ്ക്ക് വലിയ കാര്യമൊന്നും, വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം കാണുമ്പോൾ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശു അവളുടെ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാ. ഹലോ, നിന്റെ വിശ്വാസം വലുതാ എന്ന് പറഞ്ഞാൽ അവളുടെ വിശ്വാസം കണ്ടാണ് യേശു അവളെ എന്ത് ചെയ്തു? ഒന്ന് പുകഴ്ത്തുക. അപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ അചഞ്ചലമായിട്ടുള്ള യേശുവിനുള്ള വിശ്വാസം കാണുമ്പോൾ യേശുവിനെ നമ്മളെ പ്രശംസിക്കുവാനുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്ന പേരുണ്ട്. പണ്ടൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതുപോലെ വിശ്വാസി എന്ന പേരുണ്ട്, വി എന്നുള്ള പദമില്ല, ശ്വാസം മാത്രം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും വിശ്വാസി എന്ന പേരുണ്ട്, പക്ഷെ നമുക്ക് ശ്വാസം മാത്രമേ, വി എന്നുള്ള പദമില്ല, ശ്വാസം മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ഉദാഹരണമായി പറയാറുണ്ട്, പണ്ടൊരു അമ്മച്ചി 4 ഐസ്ക്രീം മേടിച്ചു. ബേക്കറി ചെന്ന് 4 ഐസ്ക്രീം മേടിച്ചു. കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാ മേടിച്ചത്. ഈ 4 ഐസ്ക്രീം മേടിച്ച് മടിയിൽ വെച്ചുകൊണ്ട് കൊച്ചുമക്കൾക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ ക്രീം ഇല്ല, കമ്പ് മാത്രമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പലപ്പോഴും ശ്വാസം, വി എന്നുള്ള പദമില്ല. നമുക്ക് വിശ്വാസം എന്നുള്ള അതിന്റെ നിർവചനത്തിൽ പറയുന്നത് ദൈവത്തോടുള്ള അചഞ്ചലമായിട്ടുള്ള ആശ്രയമാണ് വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് ഇനി ഇവരുടെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാമോ? ഇവരുടെ വിഷയം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇവരുടെ വിഷയം എന്താണെന്ന് അവിടെ പറയുന്നത്? ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? കർത്താവ് സ്തോത്രം ചെയ്യുന്നു. എന്താ? എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇനി എന്താ അവിടെ വിഷയം? ആ കുഞ്ഞിന് ഭൂതോപദ്രവം കഠിനമായിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അതായത് മാനുഷികമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലത്. നിങ്ങൾക്കറിയാലേ, മാനുഷികമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൽ കൂടി ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടും. എനിക്ക് വിശ്വാസമുണ്ട്. മാനുഷികമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭൂതോപദ്രവമാണ്. ഒരു മാനസിക രോഗമാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഡോക്ടർമാരടുത്ത് കൊണ്ട് ചെന്നാൽ താൽക്കാലികമായിട്ട് ഒരു പക്ഷേ പൂർണ്ണമായിട്ടൊരു പരിഹാരം അതിന് കണ്ടിരിക്കാം. പക്ഷെ ഇതൊരു മാനസിക രോഗമല്ല. ഈ കുഞ്ഞിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചി സ്പിരിറ്റാ ഇവരുടെ ആരോഗ്യം നശിപ്പിച്ച്, സ്തോത്രം ചെയ്യുന്നു, ഇവിടെ ആയുസിനോട്, ഇവിടെ ഭാവിയോട് ബന്ധിച്ചിരിക്കുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് വചനത്തിൽ കൂടി ഇടപെടുന്നത് നിങ്ങളുടെ ഭാവിക്ക് വിരോധമായി, നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവിക്ക് വിരോധമായി, സ്തോത്രം ചെയ്യുന്ന നിങ്ങളെ മുന്നോട്ടുള്ള ആരോഗ്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ചില പൈശാചി സ്പിരിറ്റ് നിങ്ങളുടെ പിന്നിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വേണം അതിനെ എന്ത് ചെയ്യാൻ? സ്തോത്രം ചെയ്യുന്നു, അതിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട്. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടെ വചനത്തിൽ കൂടി ഇടപെടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായിട്ട് പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയം, അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം, ബൈബിളിനകത്ത് പറയുന്നത്, നിനക്ക് അധികം ഭാരമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുപോകാം. നിങ്ങളുടെ നാവ് കൊണ്ട് ഇങ്ങനെ പറയണം, സ്തോത്രം ചെയ്യുന്നു, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നും. നാവ് കൊണ്ട് എപ്പോഴും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, അങ്ങനൊന്നും ഞങ്ങള് സമയം കിട്ടുമ്പോഴെല്ലാം പറയാം, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എന്റെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതിനനുസരിച്ച് ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു. ഒരിക്കലും കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു അനുഭവം ഇങ്ങനെയാണ്. തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി, സംസാരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഈ ഭാഗത്താണ് ക്യാൻസർ ബാധിച്ചത്. ചലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു, ഡോക്ടേഴ്സ് തള്ളി. അപ്പൊ ഈ സഹോദരി ഈ കർത്താവിന്റെ ദാസന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആംഗ്യം കാണിച്ചു. സംസാരിക്കാൻ കഴിയുന്നില്ല, ആംഗ്യം കാണിച്ചു. ഈ കർത്താവിന്റെ ദാസൻ
പെട്ടെന്ന് അദ്ദേഹത്തിന് നിയമം കിട്ടിയിട്ട് പറഞ്ഞു, കുറച്ച് പേപ്പറും ഒരു പേനയും കൊണ്ടുവരാൻ പറഞ്ഞു. ആ സഹോദരി കൊണ്ടുവന്നു. അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ ദൈവദാസൻ ആ സഹോദരിയോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് 5000 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് 5000 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ എഴുതാൻ തുടങ്ങി. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 1000 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 2000 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 3000 ഈ പറഞ്ഞെഴുതുന്നതിനനുസരിച്ച് ദൈവവചനം അവളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. വചനത്തിന് ശക്തിയുണ്ട്. എബ്രായ ലേഖനം 4:12 പറയുന്നത് പോലെ ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജ. അപ്പൊ ദൈവവചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം പഴക്കമുണ്ട്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ചൈതന്യമുണ്ട്, അത് ജീവനുണ്ട്. പ്രാണനിൽ ദൈവത്തിന്റെ വചനം കിടക്കും, അസ്ഥിക്കകത്ത് ദൈവത്തിന്റെ വചനം കിടക്കും, മജ്ജയ്ക്കകത്ത് ദൈവവചനം കിടക്കും. സ്തോത്രം ചെയ്യുന്നു. അവൾ പറയാൻ തുടങ്ങി, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 1000 2000 3000 5000 പൂർത്തീകരിക്കുന്നതിന് മുമ്പായി അവളെ തൊണ്ട തുറന്നു. ആ ക്യാൻസർ അപ്രത്യക്ഷമായി. ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. നമുക്ക് ഏതൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിന് ഉപോത്ബലകമായിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള വചനം നമ്മുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. അവള് എന്ത് ചെയ്തു? ഈ വിഷയം അവൾ കർത്താവിന്, അപ്പൊ അധികം പ്രയാസമുള്ള കാര്യം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരും. അപ്പൊ മാനുഷികമായിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് ഇവരുടെ വിഷയം. കാരണം ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, ഒരു പൈശാചി സ്പിരിറ്റ് ഉണ്ട്. ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ആയുസ്സിനെയും ഭാവിയെയും ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തില് നിങ്ങളുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും നിങ്ങളുടെ ഭാവിക്കെതിരെയും തലമുറകൾക്കെതിരെയും വെക്കുന്ന ഒരു പൈശാചി വ്യാപാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ പറയുന്നത് പുഷ്ടി നിമിത്തം മുഖം തകരുന്നു എന്ന് പറയുന്നത് പോലെ അഭിഷേക നിമിത്തം മുഖം തകരുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വൃഥാവായി തീരുകയില്ല. നിങ്ങളുടെ അചഞ്ചലമായ ദൈവത്തോട് ആശ്രയം കുറഞ്ഞു പോകരുത്. അതാണ് ഈ വാക്യത്തിന്റെ കാരണം. അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? വിടുതൽ നൽകും. അടിയന്തര ഘട്ടങ്ങൾ പെട്ടെന്നൊരു വിടുതലിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് അവൾ തിരിച്ച് കടന്നുപോയി. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. സ്തോത്രം ചെയ്യുന്ന ഒന്ന് രണ്ട് പോയിന്റുകൾ വ്യക്ത കമ്പിവാചത്തിൽ പറയാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ്, ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് പ്രവർത്തിക്കും. രണ്ടാമതായിട്ട് കാത്തിരിക്കുക. 6:15 പറഞ്ഞ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഇനി നോക്കിക്കേ, ഈ ദീർഘക്ഷമ എന്നുള്ള പദത്തിന് അതിന്റെ ഗ്രീക്ക് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്നത്, അതായത് നാം കൂടുതൽ ഒരുങ്ങുവാനും പക്വത പ്രാപിക്കുവാനുമാണ് ആ പദം പറയുന്നത്. അതിന്റെ ഗ്രീക്കിൽ പറയുന്നത് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. നാം കൂടുതൽ ഒരുങ്ങുവാനും പക്വത പ്രാപിക്കുവാൻ. ഒന്നാമത് ഞാൻ പറയാം, കാത്തിരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കും. രണ്ടാമതായിട്ട് സ്തോത്രം അല്ല, ഒന്നാമത്തെ പോയിന്റ് അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്നുള്ള പദത്തിന് അടിയന്തര ഘട്ടം. രണ്ടാമതായിട്ട് കാത്തിരിക്കുക എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്നത് നാം കൂടുതൽ ഒരുങ്ങുവാനും പക്വത പ്രാപിക്കുവാനുമായിട്ടാണ് ആ പദം പറയുന്നത്. ഇനി നോക്കിക്കേ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ആരെ കുറിച്ച് അത് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 17-ഉം 18-ഉം അധ്യായങ്ങൾ പഠിക്കുമ്പോഴേ അതിന്റെ പശ്ചാത്തലം, അതിന്റെ വിശദീകരണം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. ഏകദേശം 99 വയസ്സ് പ്രായമായി ജരാനരകൾ ബാധിച്ച് തൊലി ചുക്കിച്ചുളിഞ്ഞ് വടി ഇടിച്ച് നടക്കുന്ന അബ്രഹാം. 99 വയസ്സ് പ്രായമായവർ ആരെങ്കിലും ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, കാണത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ 99 വയസ്സ് പ്രായമായി ജരാനരകൾ ബാധിച്ച് വളരെ തീഷ്ണതയുള്ള ഒരു മനുഷ്യനായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിലെ പ്രിയ ലിജോ ബ്രദറിന്റെ അപ്പച്ചൻ വീഡിയോ സാർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. 90-ലധികം വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം വളരെ ആത്മീയനായ മനുഷ്യനാണ്. വളരെ ഞങ്ങൾ ഡിസ്ട്രിക്റ്റായിട്ടൊക്കെ ബഹുമാനിക്കുന്ന, വളരെ ആദരണീയനായ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രിയപ്പച്ചനാണ്. ഈ 90 വയസ്സ് കഴിഞ്ഞാലും എല്ലാ പ്രാർത്ഥനകൾക്കും ആത്മാർത്ഥമായി വരികയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്റെ ക്ഷീണത്തെ ഒക്കെ മറന്ന് ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പച്ചനാണ്. ഞാൻ അതിന് ദൈവത്തിന് മഹത്വം പറയുകയാണ്.
അപ്പൊ 99 വയസ്സ് പ്രായമായ അബ്രഹാം ജരാന്തരങ്ങൾ ബാധിച്ച് തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ് വടിയിടിച്ച് നടക്കുന്ന ആ ഒരു അനുഭവം. എന്താ അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്? 99 വയസ്സ് പ്രായമായ അബ്രഹാമിന്റെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവം കടന്നു വന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ട്. സർവശക്തൻ എന്നുള്ളതിന്റെ എബ്രായ പദം എന്താണെന്നറിയാമോ? സർവശക്തൻ എന്നുള്ളതിന്റെ എബ്രായ പദം എൽ ഷദായി എന്നാണ്. ആ എബ്രായ പദം എൽ ഷദായി. അപ്പൊ 99 വയസ്സ് പ്രായമായ അബ്രഹാമിന്റെ അരികിലേക്ക് കർത്താവ് എന്ന് പറഞ്ഞ് എൽ ഷദായി, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. ഇനി എന്താണ് ആ സർവശക്തൻ എൽ ഷദായി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിന്റെ എബ്രായ പദത്തിന് ആ മലയാള വാക്ക് ഞാൻ അതിന്റെ വിശദീകരണം പറയാം. ഏൽ ഷദായി. ഏൽ എന്ന് പറഞ്ഞ വാക്കിനൊരു അർത്ഥമുണ്ട്, ഷദായി എന്ന് പറഞ്ഞാൽ ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ഏൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എബ്രായ പദത്തിന് അർത്ഥം പിതാവ്, മാതാവ് എന്ന് ആ വാക്കിനർത്ഥമുണ്ട്. ഇവിടെ ആവർത്തിച്ച് പറയാം, ഏൽ എന്ന് പറഞ്ഞാൽ പിതാവ്, മാതാവ് എന്നൊക്കെ ആ വാക്കിനർത്ഥമുണ്ട്. അതായത് ഞാൻ ഒരു അപ്പനെ പോലെ ആകുന്നു നിനക്ക്, ഞാൻ നിന്നെ ഒരു അപ്പനെ പോലെ ആകുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഞാൻ നിന്റെ അപ്പന് തുലനമാകുന്നു, ഞാൻ നിന്റെ അപ്പനാകുന്നു. അനാഥർക്കും വിധവമാർക്കും ഞാൻ അങ്ങനെയൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്റെ ഭർത്താവാകുന്നു, ഞാൻ നിന്റെ അപ്പനാകുന്നു. അപ്പൊ ഞാൻ നിന്റെ അമ്മയ്ക്ക് തുല്യമാകുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നു പോകും, പക്ഷെ ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പൊ ഏലെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നിന്റെ അപ്പനാകുന്നു, ഞാൻ നിന്റെ അമ്മയെ പോലെ ആകുന്നു. ഇനി സത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൽ ഷദായി, എൽ ഷദായി, എൽ ഷദായി. സത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനർത്ഥം ഇങ്ങനെയാണ്. നമുക്കറിയാം, ലോകത്തിൽ ഒത്തിരി പാനീയങ്ങളുണ്ട്, പക്ഷെ ലോകത്തിൽ ഒരു അമ്മയുടെ മുലപ്പാലോളം പോഷകമൂല്യമുള്ള ഒരു പാനീയം ഇന്ന് ലോകത്തിലെങ്ങും ശാസ്ത്രം പോലും ആരും കണ്ടുപിടിച്ചിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മ മുലയൂട്ടുമ്പോൾ ആ ഒരു പോഷകമൂല്യം, ആ ഒരു ആരോഗ്യം ആ കുഞ്ഞിന് കിട്ടുന്നത് പോലെ തന്നെ 99 വയസ്സ് അതായത് പ്രായമായി ജരാന്തരകൾ ബാധിച്ച അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തി ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു യുവത്വത്തിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ 99 വയസ്സായ അബ്രഹാമേ, നീ ജരാന്തരകൾ ബാധിച്ചു, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, നീ തലമുടിയൊക്കെ നരച്ചു. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത്, നീ കാത്തിരിക്കുന്ന വാഗ്ദത്ത വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിഷയത്തിന് ഞാൻ എൽഷദായിയായ ദൈവമാണ്. പുത്രോത്പാദനത്തിന് ശക്തിയില്ല, ഒരു പുത്രനെ ജനിപ്പിക്കുവാനുള്ള ആ കഴിവ് നിന്നിൽ നഷ്ടപ്പെട്ടു പോയി. സാറായുടെ ഗർഭപാത്രവും റോമാലേഖനം 4:17 പറയുന്നത് പോലെ സാറായുടെ ഗർഭപാത്രം നിർജീവമായി പോയി. പക്ഷേ ഞാൻ എൽഷദായിയാണ്. സ്തോത്രം ചെയ്യുന്നു. നീ കാത്തിരിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട്. ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ എൽഷദായിയായ ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു. പുത്രോത്പാദനത്തിന് ഒരുപക്ഷെ ശക്തി ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. സാറായുടെ ഗർഭപാത്രം അത് നാശമായെങ്കിൽ അല്ലെങ്കിൽ ജീർണിച്ചു പോയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്ന ആലോചന ഇതാണ്, ഞാൻ എൽഷദായിയാണ്. ഒന്നിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, സൃഷ്ടി ചെയ്യുവാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൽഷദായിയായ ദൈവമാണ്. ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽക്കാലം ഈ ഉച്ച കഴിഞ്ഞ ധേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വചനത്തിൽ കൂടി ഇടപെടുന്നത് ആമേ ഒന്നിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, എന്റെ വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ സകലത ഉരുവായെങ്കിൽ അതുപോലെ സംഭവിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂട്ടമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, ജലജന്തുക്കൾ കൂട്ടമായി ജനിച്ചെന്ന് എന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ ഞാൻ എൽഷദായിയായ ദൈവമാണ്. നിനക്ക് എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി ഇടപെടട്ടെ. നിന്റെ ഉദരത്തിനകത്ത് പ്രവർത്തിക്കുവാനും നിന്റെ മേൽ പ്രവർത്തിക്കുവാനും ദൈവത്തിന് സ്തോത്രം. ഒന്നിനെ സൃഷ്ടി ചെയ്യുവാനും ഒന്നിനെ രൂപപ്പെടുത്തിയെടുക്കുവാനും സ്തോത്രം. നാശമായി പോയെങ്കിലും അതിനകത്ത് രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്നതാണ് സ്തോത്രം ചെയ്ത് എന്റെ ശക്തി. അതിനകത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് എന്റെ വചനത്തിന് ശക്തി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി വചനത്തിൽ കൂടി ഇടപെടുകയാണ്. നീ കാത്തിരിക്കുന്ന വിഷയം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അതേ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന വിഷയത്തിന് നടുവില് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, 99 വയസ്സ് പ്രായമായെങ്കിലും ജരാന്തരകൾ ബാധിച്ചെങ്കിലും തൊലി ചുക്കിച്ചുളിഞ്ഞെങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ വൃദ്ധനായി തീർന്ന
എന്നാൽ അവൻ നിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ നിന്നിൽ എന്റെ ശക്തി വ്യാപരിക്കുമ്പോ അവൻ ഒന്നിനെ സൃഷ്ടി ചെയ്യുവാൻ കഴിയുന്ന ആമേൻ സ്തോത്രം ദൈവമാണ് ഞാനെന്ന് അബ്രഹാമിന് ഒരിക്കൽ കൂടി ദൈവം വെളിപ്പെടുത്തിയെങ്കില് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ. എൽ ശദ്ദായിയായ ദൈവമാണെന്നാണ് അബ്രഹാമിനോട് ദൈവം പറയുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് സ്തോത്രം ചെയ്യുന്നു, അതേ സ്തോത്രം ചെയ്യുന്നു, അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രണ്ടാമതായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അതേ സ്തോത്രം ചെയ്യുന്നു, കാത്തിരിക്കുക, മറുപടി പെട്ടെന്ന് ആമേൻ നിനക്ക് കിട്ടും. ഒരുപക്ഷെ ദീർഘവർഷങ്ങളോളം കാത്തിരുന്ന് നിനക്ക് മറുപടി. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റി ജനിച്ച് വളർത്തപ്പെട്ടവനും, ഞാൻ ചുരുക്കമായിട്ട് പറയാം, സോമശേഖരൻ നായരുടെയും പത്മാവതി അമ്മയുടെയും മകനായിട്ട് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. ഞാൻ സാക്ഷ്യം പറഞ്ഞ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്തൊരു സാക്ഷ്യമുണ്ട്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഒരു നായർ തറവാട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 30-ലധികം വർഷമായി ഈ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടു. സാമ്പത്തികമായിട്ടൊക്കെ ചെറിയ ചാമാനി ചുറ്റുപാടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിലും സമാധാനം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ബൈബിൾ പറയുന്നത് പോലെ സമാധാനത്തിനായിട്ട് ഞങ്ങൾ അത്യന്തം കയ്പായത് ഭവിച്ചു. അസമാധാനവും ധാർമ്മികമായ അധപ്പതനവും അരാജകത്വവും നിറഞ്ഞ ഒരു ഭവനാന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അച്ഛന് കൊല്ലം ജില്ലയില് തെന്മല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ എന്നറിയപ്പെടുന്ന ആ എസ്റ്റേറ്റ് മേഖലയില് സ്വത്ര അമ്മയ്ക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ സമാധാനം സന്തോഷമില്ലായിരുന്നു. അച്ഛനൊരു മദ്യപിക്കുമായിരുന്നു, ചൂത് കളിക്കുമായിരുന്നു. മാസം കിട്ടുന്ന പണം കൊണ്ട് ചൂത് കളിച്ച് മദ്യപിച്ച് എൻ്റെ അമ്മ ഒരുപാട്, ഞാൻ ചുരുക്കി പറയാം, എൻ്റെ അമ്മ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് എൻ്റെ അച്ഛൻ ഭിത്തിയോട് ചേർത്ത് ഇടിക്കും. അടിവയറ്റ് നോക്കി എൻ്റെ അമ്മയെ ചവിട്ടുമായിരുന്നു. ബോധരഹിതയായിട്ട് എൻ്റെ അമ്മ നിലത്ത് വീഴും. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ അച്ഛനൊന്ന് മരിക്കണമെന്ന് പ്രാർത്ഥിക്കും. അത്ര ക്രൂരകൃത്യങ്ങള്, ക്രൂരമായ രീതിയിൽ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലപ്പോഴും ബോധമില്ലാതെ എൻ്റെ അമ്മ ഉപദ്രവിച്ച് ബോധം ഇല്ലാതെ എൻ്റെ അമ്മ നിലത്ത് വീഴുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയ ഒരു അനുഭവത്തിൽ 1989 3 പ്രാവശ്യം എൻ്റെ അമ്മ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ വിഷം കഴിച്ചു, എൻ്റെ അമ്മ മരിച്ചില്ല. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ തൂങ്ങി, മരിച്ചില്ല. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ദേഹത്ത് മൊത്തം മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ചു, മരിച്ചില്ല. 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷെ ആത്മഹത്യ നടന്നില്ല. നടക്കാത്തതിന്റെ കാരണം ഏതോ ഒരു അദർശനായ ദൈവം, ഒരു ഈശ്വരൻ ഞങ്ങളെ സ്നേഹിക്കുന്നത് പിന്നീട് മനസ്സിലായത്. കർത്താവ്, ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോഴും വചനം പറയാറുണ്ട്, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ വണ്ടി കയറി ഇറങ്ങിയാലും ചാകത്തില്ലെന്ന് ഞാൻ പറയാറുണ്ട്. ദൈവത്തിന് ഞങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നു. ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒന്നുമല്ല, സാമാന്യം ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയുന്നത്. അങ്ങനെ 1989 3 പ്രാവശ്യത്തെ ആത്മഹത്യ പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മാറാവ്യാധിയിൽ കൂടി ഞാൻ കടന്നുപോയി. എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാൻ കഴിയാതെ എൻ്റെ വലതുകാലിന് കഠിനമായ വേദന ആരംഭിച്ചു. വലതുകാല് പൊക്കി വെച്ച് നടക്കാൻ പറ്റുന്നില്ല. രോഗം എന്താണെന്ന് അറിയത്തില്ല. ഈ ഏണിന്റെ ഭാഗത്ത് വലതുകാലിന്റെ ജോയിന്റ്, അതായത് വലത്തെ സൈഡിലെ ഹിപ്പിന് ഭയങ്കര കഠിനമായ വേദന ആരംഭിച്ചു. പെട്ടെന്ന് തെന്മല എസ്റ്റേറ്റ്, ഹാരിസൺസ് കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റിലെ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ട് എന്നെ കാണിച്ചു. ഒത്തിരി മെഡിസിൻ, വേദന ശമിക്കുവാനായിട്ട് ഒരുപാട് മെഡിസിനൊക്കെ എനിക്ക് തന്നു. പക്ഷെ വേദനയ്ക്ക് ശമനം വരുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്നെ വലതുകാല് ശോഷിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എന്നെ വലതുകാല് നീളം കുറഞ്ഞു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്റെ ഇളിക്ക് താഴെ മൊത്തം സ്വാധീനം പോയി. പെട്ടെന്ന് എന്നെ ചികിത്സിക്കുക ഡോക്ടർ വേണുഗോപാലൻ നായരുടെ അച്ഛനോട് പറഞ്ഞു, സോമശേഖരൻ നായർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകനെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുവന്നു. ചെറിയൊരു സംശയം, എന്നെ RCSിലേക്ക് റെഫർ ചെയ്യുന്നു. റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറയുന്നു. അവിടെ കൊണ്ടുചെന്നപ്പോൾ എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, വിവിധ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ എന്റെ വലതുകാലിന്റെ ബോള്, നമുക്കറിയാം, നമുക്ക് 2 സൈഡിൽ ഓരോ ബോൾ ഉണ്ടല്ലോ, വലതുകാലിന്റെ ബോളെല്ലാം ദ്രവിച്ചുകൊണ്ടിരിക്കുക. വലതുകാലിന്റെ ബോൾ ദ്രവിച്ച് യൂറിനിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ യൂറിൻ എടുത്താല് ഈ ദ്രവിച്ചു പോകുന്ന ഭാഗങ്ങൾ അടിഞ്ഞു കിടക്കും. കഞ്ഞവെള്ളം പോലാണ് യൂറിൻ ഇരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഡോക്ടർ സുലൈമാൻ, മുസ്ലിം ഡോക്ടർ, എന്റെ ചികിത്സ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, നിങ്ങളുടെ മകന്റെ വലതുകാലിന്റെ സ്വാധീനം മൊത്തം പോയിരിക്കുന്നു, ബോൾ എല്ലാം ദ്രവിച്ചു, ഓരോ കോശങ്ങളിലേക്ക് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇത് ബോൾ ക്യാൻസർ ആണ്, ഇത് വലതുകാലം മൊത്തം പോയി, അതുകൊണ്ട് നിങ്ങളുടെ മകനെ ഇവിടെ കിടത്താൻ പറഞ്ഞു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, എന്നെ ഇവിടെ കിടത്തി ചികിത്സിക്കാൻ തുടങ്ങി. സ്തോത്രം ചെയ്യും. രോഗം വന്നതോടുകൂടി എൻ്റെ അച്ഛന്റെ മദ്യപാനവും ചൂതുകളിയും ഒക്കെ അല്പം വ്യത്യാസമായി.
എത്ര രൂപ നഷ്ടമായാലും എന്തെല്ലാം എഴുതി വിറ്റാലും എൻ്റെ മോനെ എനിക്ക് ജീവനോടെ കിട്ടണമെന്നായിരുന്നു അടുത്തായിട്ട് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി എൻ്റെ അച്ഛൻ ചെയ്യാവുന്ന എൻ്റെ പരമാവധി എനിക്ക് വേണ്ടി ചെയ്തു. എൻ്റെ വീട്ടില് എനിക്ക് എൻ്റെ അച്ഛനുണ്ടായിരുന്ന ഫ്രോഡമുണ്ട് എഴുതി വാങ്ങിച്ച് ചികിത്സ ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, ബോൺ ക്യാൻസർ വന്നവരുടെ വേദന എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയാം. ബോളിന്റെ വേദന ദ്രവിച്ചു പോകും. കഠിന വേദനയാണ്. രാത്രി ഉറക്കമില്ല. ഉറങ്ങാതെ ഇരുന്ന് എൻ്റെ അമ്മ എൻ്റെ കട്ടിലിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് വാവിട്ട് കരയും. ഞങ്ങളുടെ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കും. ദൈവമേ, ഏതെങ്കിലും ഈശ്വരന്മാരെല്ലാം വിളിച്ച് അപേക്ഷിക്കും. ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്. തീർത്ഥം, സ്നാനം, താപം, ജപം, നോമ്പും പ്രദോഷവും മന്ത്രവും കർമ്മവും ഒത്തിരി ഈശ്വരന്മാരുണ്ട്. പക്ഷേ ദൈവങ്ങളോടൊക്കെ നിലവിളിച്ചിട്ടും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഒന്നും വന്നില്ല. ചുരുക്കി പറഞ്ഞാലോ, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം എൻ്റെ അച്ഛൻ നഷ്ടമാക്കി. എൻ്റെ വീട്ടിൽ കിടന്ന ഫർണിച്ചർ സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് തൊഴിലാളികൾക്ക് കൊടുത്ത് ചികിത്സ ആരംഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ അച്ഛനോട് വന്ന് പറഞ്ഞു, പിള്ള ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമ്മുടെ ചുറ്റുപാടും എസ്റ്റേറ്റിലെ 12,000 തൊഴിലാളികൾ നമ്മുടെ പാർട്ടിക്കാരുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പാർട്ടിക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങി നിങ്ങളുടെ മോന് വേണ്ടി ചികിത്സ ആരംഭിക്കാമെന്ന്, പൈസ പിരിച്ച് ചികിത്സ ആരംഭിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് എഴുതി കൊടുത്തു. അങ്ങനെ 4 വർഷം ദൈവത്തിന്റെ മക്കളെ വലതുകാരന്റെ സ്വാധീനം നഷ്ടമായി. അസ്ഥിയെല്ലാം ദ്രവിച്ച്, ബോളെല്ലാം ദ്രവിച്ച് 4 വർഷത്തോളം ഒരേ കിടപ്പിൽ കിടന്നു. ദിനകൃത്യങ്ങളെല്ലാം കിടപ്പിൽ കിടന്നുകൊണ്ട് പക്ഷെ ഞാൻ മരിച്ചില്ല. ഏതോ ഒരു ഈശ്വരനെ, ഏതോ ഒരു അദൃശ്യനായ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നെന്ന് പിന്നീട് മനസ്സിലായി. സ്തോത്രം. 4-ാമത്തെ വർഷം തിരുവനന്തപുരം RCCയിലേക്ക് എന്നെ കൊണ്ടുചെന്നു. രാവിലെ മുതൽ ഉച്ചവരെയും ഡോക്ടർ സുലൈമാന്റെ പിന്നാലെ നടന്നു. പക്ഷെ ഡോക്ടർ സുലൈമാൻ എന്നെ അവഗണിക്കുന്ന ഒരു അന്തരീക്ഷമായിട്ട് മാറി. ഹോസ്പിറ്റൽ വരാന്തെങ്കിലും മരണാസനത്തിലെത്തിയ വലതുകാരന്റെ സ്വാധീനം നഷ്ടമായി. അസ്ഥിയെല്ലാം ദ്രവിച്ചു, ബോളെല്ലാം പോയി, മരണാസനത്തിലായി. ഇളിക്ക് താഴെ മൊത്തം സ്വാധീനം നഷ്ടമായി. എന്നെ കൊണ്ട് ഹോസ്പിറ്റൽ വരാന്തിലിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു, ഡോക്ടറെ ഒന്നും കൂടെ പോയി കാണു. എൻ്റെ അമ്മ ഉച്ച കഴിഞ്ഞ് ഡോക്ടറെ പോയി കണ്ടു. പക്ഷെ ഡോക്ടറിനെ തള്ളി. ഹോസ്പിറ്റലിൽ വരാന്തിലിരിക്കുന്ന ഞങ്ങളുടെ അരികിൽ ഡോക്ടർ സുലൈമാൻ കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നിങ്ങളുടെ മകന് വേണ്ടി ചെയ്തു. എണ്ണപ്പെട്ട ദിവസം മാത്രം നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കും, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഡോക്ടർ സുലൈമാൻ, ഡോക്ടർ കോമളൻ, ഡോക്ടർ വേണുഗോപാലൻ, എല്ലാ ഡോക്ടേഴ്സും എന്നെ തിരുവനന്തപുരത്തും തള്ളി. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി മരിക്കുന്നത് കാണാൻ പറ്റുകയില്ല, അതിലും ഭേദം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എൻ്റെ മോനെ കൊന്നേക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മയുടെ വിഷമം കൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത്. ആ മുസ്ലിം ഡോക്ടർ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തോട്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിയില്ല, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും എന്നെ തള്ളി. ഡോക്ടർ കോമളം, ഡോക്ടർ സുലൈമാൻ, ഡോക്ടർ വേണുഗോപാലൻ എല്ലാവരും തള്ളി. അവിടുന്ന് ഒരു കാറിനകത്ത് കയറ്റി എൻ്റെ സ്വന്തം നാടായ തെന്മല എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നു. ബൈബിൾ ഭാഷ്യം അനുസരിച്ച് പറഞ്ഞാൽ എൻ്റെ വീട് ഒരു വിലാപ വീട് പോലായി മാറി. ബൈബിളിൽ പറഞ്ഞ നിന്റെ വിലാപത്തെ നൃത്തമാക്കുമെന്നും, ഞാൻ നിന്റെ രട്ടിനെ അഴിച്ചു മാറ്റുമെന്നും, ഞാൻ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞാൻ നിന്റെ കാലിന്റെ വീഴ്ചയിൽ നിന്നും, ഞാൻ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കും. മരണത്തിന്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കുവാൻ ഞങ്ങളുടെ ദൈവങ്ങളോട് മാത്രമാണ്. 18ലധികം വർഷം എൻ്റെ അച്ഛൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. ആ ദൈവത്തോട് വിളിച്ചു നേർന്നു, ശബരിമല ദൈവമേ, 4 വർഷം വലതുകാരന്റെ സ്വാധീനം നഷ്ടമായി ഇങ്ങനെ കിടക്കുന്ന എൻ്റെ മോനെ എഴുന്നേറ്റ് നടത്തിയാൽ 3 വർഷം ശബരിമല വിട്ടേക്കാം. ബൈബിളിൽ പറയുന്ന അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ ആശ്രയിച്ച ഞങ്ങളുടെ ദൈവങ്ങളോടെല്ലാം എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി, നേരുവാൻ തുടങ്ങി. ഹിന്ദുപുരാണത്തിൽ ഇങ്ങനെ ഭാഗത്തിൽ പറയുന്നുണ്ട്, അതായത് മൃച്ഛില ധാതു ദാർവാദി കൂർത്ത ഈശ്വര ബുദ്ധയ ക്ലിശന്തി തപസ മൂട, കല്ലിനെ മണ്ണിനെ ആരാധിക്കുന്നവൻ ക്ലിശന്തി തപസ മൂട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ അവര് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. രാമായണത്തിൽ ഇങ്ങനെ ഭാഗം പറയുന്നുണ്ട്, തീർത്ഥ സ്നാനാദി തപോത്ഥാന വേദാധ്യായനവും ക്ഷേത്രോപമാസ യാഗാത്തി അഖില കർമ്മങ്ങളാൽ ഒന്നിനാലും എന്നെ കണ്ടു കിട്ടുകയില്ല. തീർത്ഥാടനം കഴിച്ചത് കൊണ്ടോ, സ്നാനം കുളിച്ചത് കൊണ്ടോ, തപോത്ഥാനം തപസ് അനുഷ്ഠിച്ചത് കൊണ്ടോ, വേദാധ്യായനം വേദങ്ങൾ വായിച്ചത് കൊണ്ടോ ഈ വിധ കർമ്മങ്ങളാൽ ദൈവത്തെ കാണാൻ പറ്റുകയില്ല. പിന്നെ എന്തിനാ അവര് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. സ്തോത്രം. ഇതിങ്ങനെ ചെയ്യരുതെന്നാ പറയുന്നത്.
കർമ്മം ചെയ്തുകൊണ്ട് ഒരിക്കലും നിത്യമായൊരു സമാധാനം ലഭിക്കത്തില്ല എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. എന്റെ സബ്ജക്റ്റിൽ അതല്ല. അപ്പം ആശ്രയിച്ച ദൈവങ്ങളെല്ലാം തള്ളാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പഴനി, തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പഴനി എന്ന് പറഞ്ഞ ക്ഷേത്രം. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ 1008 വീട് ഭിക്ഷ എടുക്കണം. ഒരു പാട്ടുകാരൻ പറഞ്ഞു, 2 തുട്ടേകുകൾ തെണ്ടിയാണോ മതങ്ങൾ തീർത്ത ദൈവങ്ങൾ. നമ്മുടെ ദൈവം തെണ്ടിയൊന്നുമല്ല, തെണ്ടികളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് അവല് വേണ്ട, മലര് വേണ്ട, പട്ട് വേണ്ട, തേങ്ങ വേണ്ട, പുടവ വേണ്ട, കുരവ് വേണ്ട എന്ന് പറഞ്ഞ പോലെ രക്ഷ സൗജന്യമാണ്. സ്വത്രം ഇടരാത്ത ശബ്ദവും പതറാത്ത തൊണ്ടയും അന്നവസ്ത്രാദി നന്മകളും ഒക്കെ തന്ന ദൈവം നമ്മളെ നടത്തിയിരിക്കുന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി വകയുണ്ട്. പാട്ടുകാരൻ പറയുന്ന പോലെ ആരാധിപ്പാൻ എനിക്ക് ഏറെ കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ ആരാധിപ്പാൻ കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. ഇടറാത്ത ശബ്ദം തന്ന ദൈവം, തൊണ്ടയ്ക്ക് ക്യാൻസർ ഇല്ല, പതറാത്ത ഇടറാത്ത ശബ്ദം, അന്നവസ്ത്രാദി നന്മകളൊക്കെ തന്ന ദൈവം, നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുപാട് വകയുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം 1008 വീട് എന്റെ അച്ഛൻ വിളിച്ചു നേർന്നു. പഴനി ക്ഷേത്രത്തിൽ വിളിച്ചു നേർന്നു. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ടെമ്പിളാണ്. ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ 4 വർഷം രോഗിയായി മരണാസനത്തിൽ കിടക്കുന്ന എന്റെ മോനെ എഴുന്നേറ്റ് നടത്തിയാൽ 3 വർഷം അവിടെ വിട്ടേക്കാം, പഴനി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ വിട്ടേക്കാമെന്ന് എന്റെ അച്ഛൻ വിളിച്ചു നേർന്നു. 1008 വീട് ഭിക്ഷ എടുക്കണം. നാക്കിലും കവിളിലും ശൂലം ഉറക്കണം. നിങ്ങൾ അറിവിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. നാക്കിലും കവിളിലും ശൂലം ഉറക്കി വലിച്ചു ഊരിക്കഴിഞ്ഞാൽ മുറിവ് വഴുക്കുകയില്ല. അതിന് പിന്നിൽ ഒരു പൈശാചി ശക്തിയുണ്ട്. ഞാൻ പലപ്പോഴും എന്റെ സാക്ഷ്യവും വചനവും പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ എത്ര പേര് ഉൾക്കൊള്ളൂ എന്ന് എനിക്കറിയുകയില്ല. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് അതിശയം തോന്നിയത്, എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഞങ്ങൾ വിട്ട പലതും ഇന്ന് പെന്തിക്കോസ്തുകാർ പലതും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിട്ടിറങ്ങിയ പലതും പെന്തിക്കോസ്തുകാരുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. അതായത് സമയം നോക്കുന്ന പെന്തിക്കോസ്തുകാരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പാല് കാച്ചുന്നവരുണ്ട്, വലത് കൈ വെച്ച് കയറ്റുന്നവരുണ്ട്, വലത് കാല് വെച്ച് കയറ്റുന്നവരുണ്ട്, പിന്നെ പല്ലി ചൊല്ലിയ പോക്ക് ശരിയല്ലെന്ന് പറയുന്നവരുണ്ട്, 28 കെട്ടുന്നവരുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേര് സൂമിൽ കൂടി അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷെ പലത് ചെയ്യുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഞങ്ങൾ ഇതെല്ലാം വിട്ട് ഈ അനുഭവത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ഇന്ന് പെന്തക്കോസ്തുകാർ നമ്മൾ പലരും, എല്ലാവരും ഞാൻ അത് പറയുന്നില്ല, ചിലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്ന ഒരു ധാരാളം പേര് എനിക്കറിയാം. നമുക്ക് സമയം നോക്കൽ അതെ, നമുക്കറിയാമല്ലോ, പിന്നെ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റായി നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയത്ത് അന്നത്തെ BJP നേതാവായ വെങ്കയ്യ നായിഡു അബ്ദുൽ കലാമിനോട് പറഞ്ഞു, ഒരു നല്ല സമയം നോക്കി പത്രിക കൊടുക്കാൻ പറഞ്ഞു. അബ്ദുൽ കലാം പറഞ്ഞു, എനിക്കെല്ലാം നല്ല സമയമാണ്. പക്ഷെ അബ്ദുൽ കലാം പറഞ്ഞു, എനിക്ക് സമയമില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും എന്തുകൊണ്ട് സമയം നോക്കുന്നവരുണ്ട്. കർത്താവിന് 28 കെട്ടുന്നവരുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ എനിക്കറിയാം, വലത് കൈ വെച്ച് കയറ്റുന്നവരുണ്ട്. ഇതിന്റെ പിന്നിലെല്ലാം ഒരു പൈശാചി സ്പിരിറ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. കാരണം ഇതെല്ലാം പണ്ട് ഞങ്ങൾ ആചരിച്ചതാ. വലത് കൈ വെച്ച് കയറ്റുന്നവരുണ്ട്, വലത് കാല് വെച്ച് കയറ്റുന്നവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അമ്മായിമ്മയും മരുമോനെയും കൂടെ ഒരു പാ വിരിച്ചതിന് ശേഷമായിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് കച്ച കൊടുത്തോട്ടെ, വാങ്ങിച്ചോട്ടെ എന്ന് പറയുന്ന ബന്ധുക്കോസുകാരെ എനിക്കറിയാം. അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം എന്തോ ഉണ്ട്, ഒരു പൈശാചി സ്പിരിറ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു ദേവദാസൻ പറഞ്ഞ പോലെ വന്നോണം, ഇരുന്നോണം, ആരാധിച്ചോണം, എഴുന്നേറ്റോണം, പൊയ്ക്കോണം എന്ന് പറഞ്ഞതുപോലെ ആണ്ടിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മഹാബലി ചക്രവർത്തി, ഡിസംബർ 25-ന് വരുന്ന സാന്താക്ലോസ് എന്ന് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഇതിന്റെ പിന്നിലൊക്കെ എന്തോ ഉണ്ട്, ഒരു പൈശാചി സ്പിരിറ്റ് ഉണ്ടെന്നുള്ള കാര്യം ദൈവമക്കളെ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? 1008 വീട് ഭിക്ഷയെടുത്ത്, കാവടി തോളിലെടുത്ത്, നാക്കിലും കബളിലും ശൂലമിറക്കി 1008 പടി പഴനി ക്ഷേത്രത്തിൽ കയറി എന്റെ വലതുകാലിന്റെ ചെറിയൊരു സ്വർണ്ണരൂപം മേടിച്ച് ക്ഷേത്രത്തിലിട്ടു, എന്റെ രോഗം മാറാനായിട്ട്. സ്തോത്രം ചെയ്തു. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ എല്ലാം ഞങ്ങൾ ചെയ്തു. അവസാനം ഒരു കടുങ്കയും കൂടെ ചെയ്ത് മന്ത്രവാദത്തിന് വരെ വിധേയനായി മാറി. സ്തോത്രം. അപ്പൊ ഈ ഞങ്ങൾ സേവിച്ച ദൈവങ്ങളും സേവിച്ച അല്ലെങ്കിൽ ആശ്രയിച്ച പലതും ഞങ്ങളെ തള്ളിയ സമയത്ത് തീർത്ഥവും സ്നാനവും തപവും ജപവും നോമ്പും പ്രദോഷവും എല്ലാം ഞങ്ങളെ തള്ളിയ സമയത്ത് അവസാനമായിട്ട് എൻ്റെ അമ്മ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എൻ്റെ കട്ടിലിന്റെ അരികിൽ ഇരുന്നു കൊണ്ട്, എല്ലാവരും ഉറങ്ങിയ സമയത്ത് എൻ്റെ അമ്മ കട്ടിലിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തില് ഞങ്ങൾക്ക് ഇതുവരെ വെളിപ്പെടാത്തത്, ഞങ്ങൾ ഇത്രയേറെ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഇതുവരെ വെളിപ്പെടാത്തത്, ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നതുമായ, ഞങ്ങൾക്ക് ഇതുവരെ വെളിപ്പെടാത്തതുമായ ഏതെങ്കിലും ഒരു ദൈവം ഈ ലോകത്തിലുണ്ടെങ്കിൽ 4 വർഷമായിട്ട് ഒരേ കിടപ്പിൽ കിടക്കുന്ന എൻ്റെ മോനെ രക്ഷിക്കണം. ഒരു ഹിന്ദു സ്ത്രീയായ എൻ്റെ അമ്മ പറഞ്ഞു,
ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ മോനെ രക്ഷിക്കണം. പക്ഷെ എന്റെ അമ്മയുടെ കണ്ണുനീര് സർവശക്തനും സർവ്വവ്യാപിയുമായ ദൈവത്തിന്റെ അരികിലേക്ക് എത്തി. എങ്ങനെ എത്തിയെന്നാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കുവാൻ കഴിയാതവണ്ണം യഹോവയുടെ കരം കുറുകിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല എന്ന്. അവൻ സർവശക്തനായ ദൈവത്തിന്റെ കർണപുടങ്ങളിലേക്ക് എന്റെ അമ്മയുടെ കണ്ണുനീരും ആ ശബ്ദം എത്തി. എങ്ങനെ എത്തിയെന്നറിയാം. എന്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്ററിന് അകലെയായിട്ട് പുനലൂരിന് തെന്മലയ്ക്ക് ഇടയ്ക്ക് ഇടമണ്ണ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. റാന്നി ഇടമണ്ണുണ്ട്. ഇത് പുനലൂരിന് തെന്മലയ്ക്ക് ഇടയ്ക്ക് ഒരു ഇടമുണ്ട്, ഇടമൺ 34 എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ പെന്തക്കോസ്തുകാരുടെ ഒരു ഫെയ്ത്ത് ഹോം ഉണ്ട്. ആ ഫെയ്ത്ത് ഹോമിൽ 21 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ. അന്നത്തെ ഉണർവും ഇന്നത്തെ ഉണർവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും ദൈവകൃപ ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഭയങ്കര ഉണർവ്. നമ്മുടെ അപ്പച്ചന്മാരോടൊക്കെ ചോദിച്ചാൽ മതി. അന്ന് അവർ പറയുന്ന പോലൊക്കെ നടക്കുമായിരുന്നു. ദൈവകൃപ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കെല്ലാം ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അവസ്ഥകൾക്കൊക്കെ മാറ്റിയപ്പോൾ ആ ദൈവകൃപ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ശോചനീയമായ ഒരവസ്ഥ. അപ്പൊ അന്ന് 21 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന ആ സമയത്ത് ഭയങ്കര ഉണർവ് നടക്കുക. ഇടമൺ 34 ചർച്ചക്കോട്ട് ഒരു ഫെയ്ത്ത് ഹോം, പെന്തക്കോസ്തുകാരുടെ ഒരു ഫെയ്ത്ത് ഹോം ഉണ്ട്. ആ ഫെയ്ത്ത് ഹോമില് 20-ലധികം ദൈവദാസന്മാര് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം ദൈവദാസന്മാരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു, ദേശത്തിന് വേണ്ടിയിട്ട് 9 മണി കഴിഞ്ഞ്, രാത്രി 9 മണി കഴിഞ്ഞിട്ട് വെളുക്കുന്നിടം വരെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനമെടുത്ത് വൈകിട്ട് 9 മണി കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കാനിരുന്ന് ചർച്ചിനിങ്ങനെ ചുറ്റും, അതായത് ചർച്ചിനകത്ത് റൗണ്ടിലിരുന്ന് അവരിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പ്രാർത്ഥന 9 മണി കഴിഞ്ഞു. ഭയങ്കര ആരാധന. 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. ഭയങ്കര ആരാധന. ഈ സമയത്ത് 15 കിലോമീറ്ററിന് അകലെയായിട്ട് എന്റെ അമ്മ പറയുന്നു, തെന്മല എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലിരുന്ന് എന്റെ അമ്മ പറയുന്നു, ഈ ലോകത്തിൽ ഞങ്ങൾ അറിയപ്പെടാത്തതും ഞങ്ങൾക്ക് ഇതുവരെ വെളിപ്പെടാത്തതും ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നതുമായ ഒരു ഈശ്വരൻ ലോകത്തിലുണ്ടെങ്കിൽ 4 വർഷം വലതുകാലിന്റെ സ്വാധീനം നഷ്ടമായി എഴുന്നേറ്റ് നടക്കാതെ ബോളെല്ലാം ദ്രവിച്ച് മരണാസനത്തിലായിരിക്കുന്ന എന്റെ മോനെ എഴുന്നേറ്റ് നടത്താൻ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വെളിപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. പരസ്പരം അറിയാതെ ഇവിടെ ആരാധന നടക്കുന്നു. പെന്തക്കോസ്തുകാരെ ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല. ഇവിടെ ആരാധന നടക്കുന്നു. 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞ സമയത്ത് ഒരു ദൈവദാസൻ ദൈവാത്മാവിൽ പ്രവചനാത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. കർത്താവദാസന്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു: ഹേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. ഇവിടെ നിന്ന് 15 കിലോമീറ്ററിന് അകലെയായിട്ട് 4 വർഷം വലതുകാലിന്റെ സ്വാധീനം നഷ്ടമായി മരണാസനത്തിലായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു മകന്റെ അരികിലിരുന്നു കൊണ്ട് ഒരമ്മച്ചി കരയുന്നു. 4 വർഷം സ്വാധീനം നഷ്ടമായിരിക്കുന്ന ആ മോനെ യേശു നടത്താൻ പോവുകയാണ്. അപ്പം വീണ്ടും ശക്തമായ ആരാധനയുടെ നടുവിൽ ആ ദൈവദാസൻ വീണ്ടും ദൈവാത്മാവിൽ ദൂത് പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. 15 കിലോമീറ്ററിന് അകലെയായിട്ട് വലതുകാലിന്റെ സ്വാധീനം നഷ്ടമായി മരണാസനത്തിലായിരിക്കുന്ന ആ മകനെ യേശു എഴുന്നേറ്റ് നടത്തും. എന്റെ കുടുംബത്തിന്റെ സകലത, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത, ഞങ്ങളുടെ സകല വിഷയങ്ങളും ഒരു സ്ക്രീനിൽ വെളിപ്പെടുന്നത് പോലെ പ്രിയ ദൈവത്തിന്റെ മക്കളെ വെളിപ്പെട്ടതനുസരിച്ച് പോയി പ്രാർത്ഥന. യേശു സൗഖ്യമാക്കുന്നു. എന്റെ അച്ഛന്റെ പേര്, എന്റെ അമ്മ കരയുന്നത്, എന്റെ രോഗവിവരങ്ങള്, എന്റെ അഡ്രസ് എല്ലാം വെളിപ്പെട്ടതനുസരിച്ച് പിറ്റേന്ന് രാവിലെ അഡ്രസ് വെളിപ്പെട്ടതനുസരിച്ച്, പേര് വെളിപ്പെട്ടതനുസരിച്ച് വേദപുസ്തകവുമായിട്ട് 20-ലധികം പേര് ആദ്യമായിട്ട് തെന്മല എസ്റ്റേറ്റ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ എന്നറിയപ്പെടുന്ന ആ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലേക്ക് ആദ്യമായിട്ട് ഒരു നായർ ഫാമിലിയിൽപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തില് പ്രാർത്ഥനാ ഗ്രൂപ്പുകാര്, പെന്തക്കോസ്തുകാര് കടന്നു വരുവാനിടയായി. സ്തോത്രം. വലതുകാലിന്റെ സ്വാധീനം നഷ്ടമായി കിടക്കുന്ന കട്ടിലോട് അതെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന എന്റെ വീട്ടിൽ വന്നിട്ട് അഡ്രസ്സ് വെളിപ്പെട്ടതനുസരിച്ച് തേടിപ്പിടിച്ച് എന്റെ വീട്ടിൽ വന്നിട്ട് ആ വെളിപ്പാട് കണ്ട ആ പ്രവചിച്ച ദൈവദാസന്റെ ഒരു പ്രെയർ ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് ഇങ്ങനെ പറഞ്ഞു, എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഏതെങ്കിലും ദൈവമേ വെളിപ്പെടണമേ എന്ന് കരഞ്ഞ അമ്മേ, 4 വർഷമായിട്ട് വലതുകാലിന്റെ സ്വാധീനം നഷ്ടമായി മരണാസനത്തിലായിരിക്കുന്ന ഏതെങ്കിലും ദൈവം വെളിപ്പെടണമെന്ന് പറഞ്ഞ അമ്മച്ചിയുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് കർത്താവ് ഞങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്നത്, യേശു ഞങ്ങളെ അയച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇത്രയേറെ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ച ഒരു മാറ്റമില്ല, യേശു നിങ്ങളുടെ ദൈവമല്ലേ? അപ്പൊ അവര് പറഞ്ഞു, യേശു ഞങ്ങളുടെ ദൈവം മാത്രമല്ല നിങ്ങളുടെയും ദൈവമാണ്. സ്തോത്രം. അപ്പൊ എന്റെ പേരൻസ് പറഞ്ഞു, 4 വർഷം വലതുകാലം മൊത്തവും പോയി കിടക്കുന്ന, അസ്ഥിയെല്ലാം പോയി കിടക്കുന്ന എന്റെ മോനെ യേശു നടത്തുമോ? അപ്പൊ അവര് പറഞ്ഞ മറുപടി ഏതാണ്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളും
അത്ഭുതങ്ങളും നടക്കും. അവൻ രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യം വരും. അത് മാത്രമല്ല, സ്തോത്രം ചെയ്യുന്നു, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. അതിന്റെ വേര് നിലത്ത് പഴകിയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റ് കിടക്കും. എത്ര പഴകിയാലും 4 വർഷമാണെങ്കിൽ ദൈവത്തിന് വിഷയമല്ല. വെള്ളത്തിന്റെ ഗന്ധം, ദൈവത്തിന്റെ ആത്മാവ് അതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചൂടാടാബാലവ ശംതരഘടകജലഘടയ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എത്ര പഴകി കിടക്കുന്ന വിഷയമാണെങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എത്ര വർഷമായാണെങ്കിലും, 4 വർഷമാണെങ്കിലും 10 വർഷമാണെങ്കിലും, സ്തോത്രം, ദീർഘവർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും ദൈവാത്മാവ് അതിൽ തൊട്ട് കഴിഞ്ഞാൽ, ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പൈതലെ ആ വൃക്ഷം പൊട്ടിക്കിളിർക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്തോത്രം ഈ ദിവസങ്ങളില് ചില വിടുതലുകൾ നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് എന്റെ സാക്ഷ്യത്തിൽ കൂടി നിങ്ങളോട് പ്രബോധിപ്പിക്കുക. കർത്താവിൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ മക്കള് പറഞ്ഞു, ആ ദൈവത്തിന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പറഞ്ഞു, 4 വർഷം വലതുകാരന്റെ സ്വാധീനം നഷ്ടമായിരിക്കുന്ന നിങ്ങളുടെ മകൻ യേശു എഴുന്നേറ്റ് നടത്തുമെന്ന് പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, 4 വർഷമായി മരിക്കാറായി കിടക്കുന്ന എന്റെ മകന് യേശു എഴുന്നേറ്റ് നടത്തുമെങ്കിൽ ആ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറ. പാപം ഏറ്റുപറയാനൊന്നും എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയുകയില്ല. പറഞ്ഞു കൊടുത്തു. യേശുവേ, ഞാൻ പാപിയാണ് എന്ന് പറയാൻ പറഞ്ഞു കൊടുത്തനുസരിച്ച് എന്റെ പേരൻസ് അങ്ങനെ പറഞ്ഞു. പക്ഷെ യേശു എന്നുള്ള പദം എന്റെ അച്ഛനും എന്റെ അമ്മയും വായിലെടുത്തു. പാപബോധത്താൽ അവർ നിറഞ്ഞു, വാവിട്ട് കരയാൻ തുടങ്ങി. ചുറ്റുപാടും പലരും ഉണ്ട്, തൊഴിലാളികൾ പലരും എന്റെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, അത്ഭുതങ്ങൾക്ക് മാറ്റമില്ല, മാറിയത് നമ്മളാണ്. ഇന്നും ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാര്, സ്തോത്ര, വെളിപ്പാട് കണ്ട രോഗശാന്തി വരമുള്ള ആ ദേവദാസൻ ഉൾപ്പെടെ പ്രെയർ ഗ്രൂപ്പുകാര് എന്നെ കട്ടിൽ നിന്നും ഒരുമിച്ച് ചേർന്ന് അവരെന്നെ പൊക്കിയെടുത്തു. വലതുകാൽ ഈർക്കിലിന്റെ കനമേ ഉള്ളൂ. തറയിൽ 4 വർഷമായി ഊന്നിയിട്ട് ബോളെല്ലാം ദ്രവിച്ചു കിടക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അവരുടെ കട്ടിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് അവരെ പിടിച്ച് തറയിലേക്ക് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നീയാണ് വെളിപ്പാട് തന്നത്, നീയാണ് ദർശനം തന്നത്, നീയാണ് ഞങ്ങളിവിടെ അയച്ചത്. പരസഹായം കൂടാതെ ഈ മകന്റെ വലതുകാലിന്റെ ഉപ്പുറ്റി എന്ത് ചെയ്യണം? തറയിലേക്ക് ഊന്നണം. കൈ വിടുമ്പോൾ പരസഹായം കൂടാതെ ഈ മകന്റെ ഉപ്പുറ്റി വലതുകാല് ഉപ്പുറ്റി തറയിലേക്ക് ഊന്നണം. പ്രിയ ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം ചെയ്യുന്നു. അവരിങ്ങനെ പറഞ്ഞു, കൈവിടാൻ പോവുകയാണ്. എത്ര നടക്കാത്ത വിഷയങ്ങളും നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതാണ് ഞാൻ വചനം നിങ്ങളോട് പറഞ്ഞത്. ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സാക്ഷ്യത്തിൽ കൂടി വചനത്തിൽ കൂടി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നടക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് അതെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ചിലതിനെ ചലിപ്പിക്കുവാനായിട്ട്, ചിലതിനെ നടത്തുവാനായിട്ട്, അത് തുള്ളിച്ചാടുവാനായിട്ട്, ചില വിഷയങ്ങളെ നടത്തി തരുവാനായിട്ട് എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. എത്ര നടക്കാത്ത വിഷയം നടത്തി തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ മക്കൾ എന്നെ പൊക്കിയെടുത്ത് തറയിലേക്ക് എന്ത് ചെയ്തു? പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവെ, പരസഹായം കൂടാതെ ഈ മകൻ തറയിലേക്ക് വലതുകാലിന്റെ ഉപ്പുറ്റി തറയിൽ തോന്നും. ഞങ്ങൾ കൈവിടുമ്പോൾ നിന്റെ മഹത്വം വെളിപ്പെടണം, നിന്റെ ശക്തി വ്യാപരിക്കണമെന്ന് അവർ ശക്തമായി പ്രാർത്ഥിച്ചു. പ്രിയ ദൈവത്തിന്റെ പൈതൽ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്റെ ബോണിന്റെ ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിച്ചു. എന്തോ ഒരു അദൃശ്യമായ കരം, എന്തോ ഒരു ഭാരം എന്റെ ബോഡിയിൽ നിന്ന് ഉരുണ്ടു പോകുന്നത് പോലെ, എന്തോ എനിക്ക് ഫീൽ ചെയ്യുന്നത് പോലെ, എന്തോ ഒരു അനുഭവം എന്റെ ബോഡിയിൽ എന്തോ സംഭവിക്കുന്നു എന്റെ ശരീരത്തില്. അവർ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ എന്റെ പാദം തൊട്ട് ശിരസ് വരെ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചു, ദൈവശക്തി വ്യാപരിച്ചു. അവനെ തറയിലേക്ക് നിർത്തി ശക്തമായി പ്രാർത്ഥിച്ച സമയത്ത് അവര് കർത്താവെ, ഞങ്ങൾ കൈവിടാൻ പോകുന്നു, പരസഹായം കൂടാതെ മകന്റെ വലതുകാൽ ഉപ്പുറ്റി തറയിലേക്ക് ഊന്നണമേ എന്ന് അവർ ശക്തമായി പ്രാർത്ഥിച്ച എന്റെ ബോളിന്റെ ഭാഗത്ത് കരം വെച്ച് ശക്തിയോടെ പ്രാർത്ഥിച്ച് അവർ കരം വിട്ട ആ സന്ദർഭത്തില് 4 വർഷമായി വലതുകാൽ ഉപ്പൂറ്റി തറയിൽ ഊന്നാത്ത വലതുകാൽ ഉപ്പൂറ്റി തറയിലേക്ക് ശക്തമായി ആ ഒരു സ്റ്റെപ്പ് തറയിലേക്ക് ശക്തിയോടെ ഊന്നിയപ്പോ എന്റെ മാതാവും പിതാവും നിലവിളിച്ചു, യേശുവേ, നീ മാത്രമാണ് ദൈവം, ഈ ലോകത്ത് നീ അല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഞങ്ങളുടെ ദൈവം കൂടെയാണ്, ക്രിസ്ത്യാനിയുടെ ദൈവം മാത്രമല്ല ഞങ്ങളുടെയും ദൈവമാണെന്ന് അവർ ശക്തമായി സ്തോത്രം ചെയ്യുന്നു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, അന്ന് മുതൽ എന്റെ വലതുകാലിലെ ഉപ്പൂറ്റി തറയിൽ ഊന്നി 30 വർഷമായി. ഞാൻ നിങ്ങളുടെ ഒരു സാക്ഷ്യമാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു അത്ഭുതം കൂടെ പറയട്ടെ. എന്റെ വലതുകാലിന്റെ
ബോളിന്റെ കുറച്ച് ഭാഗമേ ഇന്നുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഞാൻ 30-ലധികം വർഷമായിട്ട് അതിശയമായിട്ട് ദൈവം എന്നെ നടത്തുന്നു. ഈ ദൈവം ശക്തനായ ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഈ ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഈ സാക്ഷ്യം ദൈവവചനം കേൾക്കുമ്പോൾ ഈ വചനം കൂടെ കേൾക്കുമ്പോൾ ആരെങ്കിലും ഇന്ന് പകൽക്കാലം രോഗികളായിട്ട് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത്, നിങ്ങളുടെ കർത്താവ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അതിന് വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിടക്കും. അതിന് വേരും നിലത്ത് പഴകിയാൽ വെള്ളത്തിന്റെ ഗന്ധമേറ്റ് കിളിർക്കുന്നത് പോലെ ജരാന്തരങ്ങൾ ബാധിച്ചാലും തൊലി ചുക്കിച്ചുള്ളിഞ്ഞാൽ സാറായിയുടെ ഗർഭപാത്രത്തിന്റെ ആ ചീർണത മാറ്റി അതിലൊരു ഇസഹാക്കിനെ ഉരുവാക്കുവാൻ എന്റെ ദൈവം ശക്തനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നും എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അന്ന് മുതൽ നടക്കാൻ തുടങ്ങി. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അമ്മയുടെ അമ്മ, എന്റെ ബ്രദർ പാസ്റ്ററാണ്. ഞങ്ങൾ 2 ആൺമക്കളാണ്. എന്റെ ബ്രദറും പാസ്റ്ററാണ്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അമ്മയുടെ അമ്മ ഉൾപ്പെടെ 5 പേര് കർത്താവിന്റെ സ്നേഹം അറിയുവാനിടയായി തീർന്നു. ഈ ദൈവം അത്ഭുതം ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. അടിയന്തര ഘട്ടങ്ങൾ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എന്നോട് ചേർന്ന് ഒരു നിമിഷം എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? ഒരു നിമിഷം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് ഈ സൂമിൽ കൂടി അറ്റൻഡ് ചെയ്ത ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ കരം രോഗമുള്ള ഭാഗത്ത് വെക്കുക. സ്തോത്ര. കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങൾക്ക് ദിവ്യശക്തികളൊന്നും ഇല്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. വിവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാനുഷ്യമായി പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു നിമിഷം പ്രാർത്ഥിച്ചേട്ടം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ദുഷ്ടന്റെ വ്യാപാരങ്ങളെയും എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ വിട്ടു മാറുവാൻ പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ഭൂരികൾ അടിഞ്ഞു മാറണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിന്. ചില രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അദൃശ്യമായ കരം ഈ നിമിഷം വെച്ച് അത് സൗഖ്യമായി വെളിപ്പെടുക, അത് അത്ഭുതമായി വെളിപ്പെടുക അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. അങ്ങനെ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതം നടന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മ പ്രവർത്തിച്ചതിനായി സ്തോത്രം. കരങ്ങളേൽപ്പിക്കുന്ന മഹത്വത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. സമയമൊരുക്കി തന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ദൈവം